ദേവന്മാരുടെ കയ്യിൽ നിന്ന് അമൃത് കട്ടെടുക്കാൻ ദേവവേഷം കെട്ടി വന്ന സൊർഭാനു എന്ന അസുരനെ രണ്ടുപേര്, അതായത് സൂര്യനും ചന്ദ്രനും മോഹിനിക്ക് കാണിച്ചു കൊടുത്തു. മോഹിനി ഉടനെ സുദർശന ചക്രം എടുത്ത് വീശി. അതോടെ സൊർഭാനു തലയും ഉടലും രണ്ടായി ശൂന്യാകാശത്ത് കിടന്ന് കറങ്ങാൻ തുടങ്ങി. കഴുത്ത് അറക്കുന്നതിന് മുൻപ് അല്പം അമൃത് കുടിച്ചതുകൊണ്ട് തലയും വാലും എന്നും ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിലെ തലയാണ് രാഹു, ഉടൽ കേതു. ഇവർ വെറുതെ കിടന്ന് കറങ്ങുമല്ല, തന്നെ കാട്ടിക്കൊടുത്ത സൂര്യനെയും ചന്ദ്രനെയും പിടിക്കലാണ് ലക്ഷ്യം. ചിലപ്പോഴൊക്കെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പിടികിട്ടും, അപ്പോൾ പിടിച്ചു വിഴുങ്ങും. പക്ഷെ ട്വിസ്റ്റ് ഉണ്ട്, സൂര്യനും ചന്ദ്രനും അമൃത് കുടിച്ചതുകൊണ്ട് സൂര്യനും ചന്ദ്രനും ചാടി പുറത്തു വരും. ഇതാണത്രേ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. ഇന്ത്യയിൽ അസ്ട്രോണമി വികസിച്ചു വരുന്ന കാലത്ത് ഗ്രഹങ്ങളുടെ എണ്ണം മാച്ച് ആകാത്തപ്പോൾ നവഗ്രഹങ്ങളാക്കാൻ രാഹുവിനെയും കേതുവിനെയും പിടിച്ച് 2 ഗ്രഹങ്ങളാക്കി. പിന്നീട് അത് പൊളിഞ്ഞപ്പോൾ രാഹുവും കേതുവും സൂര്യന്റെയും ചന്ദ്രന്റെയും ഓർബിറ്റുകൾ ക്രോസ് ചെയ്യുന്ന 2 ഇമാജിനറി പോയിന്റ് ആക്കി. ഗ്രഹണം എന്നാൽ രാഹു സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുന്നതല്ല, പകരം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ആദ്യമായി വിശദീകരിക്കുന്നത് ആര്യഭട്ടയാണ്. പക്ഷെ രാഹുവിന്റെയും കേതുവിന്റെയും വിഴുങ്ങലിൽ വിശ്വസിക്കാനായിരുന്നു ആ സമയത്തെ മണ്ടന്മാർക്കിഷ്ടം. ബ്രഹ്മഗുപ്ത വരെ ആര്യഭട്ടയെ തള്ളിപ്പറഞ്ഞു. രാഹുകാലം നോക്കുന്ന മേയറും ജ്യോതിഷം ശാസ്ത്രമാണെന്ന് വാദിക്കുന്ന ജ്യോത്സ്യനും ഉൾപ്പെടെ ഈ രാഹുകഥയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളെല്ലാം സയന്റിഫിക്കാ, ഇതൊക്കെ സങ്കല്പമല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കും. പക്ഷെ അടുത്ത ദിവസം വീണ്ടും രാഹുകാലം നോക്കും. അതാണ് അന്ധവിശ്വാസത്തിന്റെ പവർ. ഒരുപക്ഷെ സൂര്യന്റെ എല്ലാ പോസിറ്റിവിറ്റിയും കിട്ടണമെന്ന് മേയർ പറഞ്ഞത് രാഹുകാലത്തിൽ സൂര്യന് കഷ്ടകാലമാണെന്ന് കരുതിയാവാനും മതി. എന്തായാലും പെരുമ്പാവൂരിലെ ഗാന്ധി സ്ക്വയർ ബ്ലോക്കിൽ കിടക്കുമ്പോൾ സൂര്യന്റെ എല്ലാ പോസിറ്റിവിറ്റിയും കിട്ടുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്.